എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് മാർച്ച് 8 ഞായറാഴ്ച. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് വീണ്ടും പ്രവേശിക്കാനിരിക്കുകയാണ്. മാർക്കറ്റിൽ നമ്മൾ സജീവമാവുമ്പോൾ അടുത്ത ആഴ്ച മാർച്ച് 2 വീക്ക് മാർക്കറ്റ് എന്തായിരിക്കും, ഏത് നിലയ്ക്കായിരിക്കും പെർഫോമൻസ് ചെയ്യുക, സ്ട്രോങ് സപ്പോർട്ട് ഏതാണ്, അതുപോലെ തന്നെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏതാണ്, കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ്, കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി എത്ര പോയിന്റ് ഇടിഞ്ഞു എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ ആദ്യമായാണ് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാർക്കറ്റിൽ നമ്മളെ ബാധിക്കുന്ന, ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇറാൻ ഇസ്രായേൽ വാർ 2nd വീക്കിലേക്ക് കടന്നിരിക്കുന്നു. ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു, 2nd വീക്കിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഇനിയും ഒരുപാട് നാൾ യുദ്ധം നീണ്ടു നിൽക്കും എന്ന് തന്നെയാണ് സൂചനകൾ നൽകുന്നത്. എന്നാൽ ഒരു മാസമോ അതിൽ കൂടുതലോ യുദ്ധം നീണ്ടുനിന്നാൽ അത് ലോകരാഷ്ട്രങ്ങളിൽ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമ്പോൾ അവിടുത്തെ എക്കണോമി കൊളാപ്സ് ആവും, ഓഹരി വിപണികൾ ക്രാഷ് ആവും, അതുപോലെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ യുദ്ധം ഒരുപാട് നീണ്ടു നിന്നാൽ. മാത്രമല്ല, ചൈന, റഷ്യ പോലുള്ള രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇറാന് പിന്തുണയുമായി രംഗത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നീളുമോ എന്നുള്ള ആശങ്കകൾക്ക് കൂടെ ലോകരാഷ്ട്രങ്ങൾക്ക്, ലോകത്തിനുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റുകൾ, ഷെയർ മാർക്കറ്റുകളെല്ലാം തന്നെ, ഷെയർ മാർക്കറ്റ് മാത്രമല്ല ജനജീവിതം തന്നെ വളരെയധികം സ്തംഭനാവസ്ഥയിലൂടെ പോകുന്ന ഒരു സാഹചര്യമുണ്ടാവും. കാരണം യുദ്ധം എല്ലാ രാജ്യങ്ങൾക്കും ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ബാധിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇറാനുമായി കൂടുതൽ അഗ്രസീവായ യുദ്ധത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളത്. മാത്രമല്ല, ഒരു പുതിയ ടാർഗറ്റ് കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടാർഗറ്റ് അത് എന്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ യുദ്ധം അഗ്രസീവായി ഇറാനുമായി നേരിടാനും അതുപോലെ തന്നെ പുതിയ ഒരു ടാർഗറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അതും കൂടുതൽ നില വഷളാക്കുന്ന ഒരു തരത്തിലേക്കാണ് നീങ്ങുന്നത്. ഇപ്പോൾ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ $92-93 എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില വർധനവ് രാജ്യത്തിൻ്റെ എക്കണോമിക് കൊളാപ്സ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതേസമയം തന്നെ കുവൈറ്റ്, UAE പോലുള്ള എണ്ണ നിർമ്മാണശാലകളെല്ലാം തന്നെ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. UAEയിലെ അരാംകോ പോലുള്ള, അരാംകോ എന്ന ഒരു വലിയ പെട്രോളിയം ഉൽപ്പന്ന കമ്പനി തന്നെ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുന്നത് ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നുള്ളതാണ്. കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം മാത്രം ഒരു ദിവസം 2.8 മില്യൺ ബാരലാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കുറവ് വരുമ്പോൾ അത് ലോകത്തിന് തന്നെ എത്രത്തോളം ബാധിക്കും. അതുപോലെ തന്നെ അരാംകോയിലുമുള്ള ഈ ഓയിൽ വിതരണം നിന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി തന്നെ വരും എന്നുള്ളതാണ്. ഇതോടൊപ്പം എടുത്തു വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നത്, എന്നാൽ ഡോളറിൻ്റെ മൂല്യം കൂടുകയും ചെയ്യും. ഇന്ത്യൻ രൂപ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ 91.8 എന്നുള്ള നിലയിലായിരുന്നു. എന്നാൽ ആൾ ടൈം ലോ 92.3 എന്നുള്ള ലെവലിലേക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതും നമ്മൾ ഭയപ്പാടോടുകൂടി വീക്ഷിക്കേണ്ടതാണ്. കാരണം വെള്ളിയാഴ്ച ഒരു 0.6 കുറഞ്ഞെങ്കിലും ഇനി വീണ്ടും 92.3 നിന്നും 93-ലേക്കും 94-ലേക്കും ഒക്കെ എത്താനുള്ള
സമയം വളരെ അടുത്ത് തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മാർക്കറ്റുകളെ ബാധിക്കുന്ന, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായും FIers കണ്ടിന്യൂ സെല്ലിങ്ങിലാണ്. അവർ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. അതിനു പുറമെ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ന്യൂസും കൂടെ വന്ന സ്ഥിതിക്ക് കംപ്ലീറ്റ്ലി സെല്ലിങ് ചെയ്തുകൊണ്ടേ പോവുകയാണ്. കഴിഞ്ഞ വീക്ക്ലി ബേസിൽ നോക്കുകയാണെങ്കിൽ 70-80% അവർ ഷോർട്ട് ചെയ്തു വെച്ചിരുന്നത്. എന്നാൽ ഇത് ഇപ്പോൾ 90-അടുത്തേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വരും ദിവസങ്ങളിലെല്ലാം തന്നെ അവർ കണ്ടിന്യൂസ് സെല്ലിംഗ് മോഡിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് ആശ്വസിക്കാൻ വഴിയുള്ള 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ അമേരിക്ക നമ്മുടെ ഇന്ത്യക്ക് ഒരു അനുമതി കൊടുത്തിട്ടുണ്ട്. റഷ്യയിൽ നിന്നും നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ മാർച്ച് 4 മുതൽ ഏപ്രിൽ 4 വരെ ഓയിൽ വാങ്ങാം എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു വേദന എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ നാണക്കേടാണോ എന്നാണോ പറയുന്നത്. മറ്റൊരു രാജ്യം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്കൊരു മാസം അവിടെ നിന്ന് വാങ്ങാം, നിങ്ങൾക്കൊരു മാസം ഇവിടെ നിന്ന് വാങ്ങാം, അവിടെ നിന്ന് വാങ്ങരുത്, ഇവിടെ നിന്ന് വാങ്ങരുത് എന്നൊക്കെ പറയാനുള്ള ആ ഒരു അധികാരം അത് എങ്ങനെയാണ് അമേരിക്കയ്ക്ക് കിട്ടിയത് എന്നുള്ളത്, അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. ഏതായാലും ആ ഭാഗത്തേക്കൊന്നും നമുക്ക് കടക്കേണ്ട. ഏതായിരുന്നാലും ഇതൊരു ആശ്വാസം തന്നെയാണ്. ഇനിയിപ്പോൾ റഷ്യയിൽ നിന്ന് ഒരു മാസത്തേക്ക് എണ്ണ വാങ്ങാനുള്ള അനുമതി, അത് എന്തോ ഇനി ആവട്ടെ, വാങ്ങാനുള്ള അനുമതി ലഭിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളത് നമുക്കൊരു പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ്. കാരണം 1 ട്രാവലിംഗ് ചാർജ്, 2 പ്രൈസ്. മറ്റുള്ള ഇപ്പോൾ നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വെനസ്വേല. ഇവിടെ നിന്നെല്ലാം വാങ്ങുന്നതിലും എത്രയോ താഴെയാണ് നമുക്ക് റഷ്യയിൽ നിന്ന് പ്രൈസ് ലഭിക്കുക. അതൊന്ന്, പിന്നെ ട്രാവലിംഗ് ചാർജ്. ഈ 2 കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു മാസം നമുക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഉള്ള ഒരു അനുമതി ലഭിച്ചത് നമ്മുടെ മാർക്കറ്റുകൾക്ക് ഒരു പോസിറ്റീവായിട്ട് കണക്കാക്കാമെന്ന് മാത്രം. മറ്റൊരു ആശ്വാസമായ കാര്യം എന്ന് പറയുന്നത്, ഇറാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റുകളെ ഞങ്ങൾ ആക്രമിക്കില്ല എന്നുള്ളത്. മിഡിൽ ഈസ്റ്റുകളെ ആക്രമിക്കാനുള്ള കാരണം അവർക്ക് സൈനിക താവളങ്ങൾ വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഖത്തറിനെ പോലുള്ള ചില രാഷ്ട്രങ്ങൾ അമേരിക്കയ്ക്ക് ഇനി സൈനിക താവളങ്ങൾ വിട്ടു നൽകില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രികളും ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുകയാണെങ്കിൽ തീർച്ചയായും മിഡിൽ ഈസ്റ്റുകളെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇറാൻ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കുവൈറ്റ്, UAE പോലുള്ള രാഷ്ട്രങ്ങളിൽ ഓയിൽ പ്രൊഡക്ഷൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ആരാംകോ പോലുള്ള വലിയ കമ്പനികളെല്ലാം തന്നെ എഗൈൻ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടാവും. അതുകൊണ്ട് മാർക്കറ്റുകൾക്ക് അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കണക്കാക്കാം. മാത്രമല്ല ഇറാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴി ഇസ്രായേലിൻ്റെയും US-ൻ്റെയും ലിങ്ക് അല്ലാത്ത ഷിപ്പുകൾ കടന്നു പോകാമെന്നുള്ളത്. അതിനർത്ഥം നമുക്ക് മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് ഓയിൽ കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതുവഴി സഞ്ചാരയോഗ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ ആൻഡ് അമേരിക്ക ലിങ്ക് ഷിപ്പുകൾക്കല്ലാത്ത എല്ലാ ഷിപ്പുകൾക്കും പോകാനുള്ള അനുവാദം ഇറാൻ നൽകിയിട്ടുണ്ട്. അതും നമുക്കൊരു ആശ്വാസം തന്നെയാണ്. മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 3-4 കാര്യങ്ങൾ മാത്രമേ ആശ്വസിക്കാനുള്ള വകയുള്ളൂ. വീക്ക്ലി ബേസ് കഴിഞ്ഞ ആഴ്ച സെൻസെക്സ് 2368 പോയിന്റാണ് കുറഞ്ഞിരിക്കുന്നത്. 2.9% ഇടിഞ്ഞ് 78,918 നിൽക്കുന്നുണ്ട്. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 4 സെഷനാണ് ഉണ്ടായിരുന്നത്. അതിൽ വ്യാഴാഴ്ച പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത് 250 പോയിന്റിന് മുകളിൽ. പക്ഷേ ആ ഒരു ഗ്രീൻ വന്നപ്പോൾ തന്നെ നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ആശ്വാസ റാലിയാണ്.
ഇതിൻ്റെ ഡബിൾ ഇറങ്ങാനുള്ള പരിപാടി ആയിരിക്കാം. ഓക്കെ, ഇനി ഡബിൾ ഇറങ്ങിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ച 315, വ്യാഴാഴ്ച ക്ലോസ് ചെയ്തതിനേക്കാളും കൂടുതൽ ഡൗണിലാണ്, 315 പോയിന്റ് ഡൗണിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി നോക്കുകയാണെങ്കിൽ വീക്കിലി ബേസ് 728 പോയിന്റാണ് കുറഞ്ഞിരിക്കുന്നത്, 2.8%. 24,450 പ്ലേസ് ചെയ്തിരിക്കുന്നു. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് ഈച്ച് 3% മുതൽ 3.5% വരെ ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരേ ഒരു സെക്ടർ മാത്രമാണ് ഔട്ട് പെർഫോമൻസ് നടത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാം തന്നെ ഇപ്പോൾ PSU ബാങ്ക് 6.5%, റിയാലിറ്റി 5%, ബാങ്ക് ഇൻഡെക്സ് 4.5%, നിഫ്റ്റി മീഡിയ 4.5%, പ്രൈവറ്റ് ബാങ്ക് 4.5%. എന്നാൽ നിഫ്റ്റി ഡിഫൻസ് മാത്രമാണ് ഒരു 5% ഗ്രീനിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന ഏക സെക്ടർ. 21,831 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIs നടത്തിയിരിക്കുന്നത്. അതേസമയം 32,786 കോടിയുടെ ബയ്യിങ് നടത്തി DIs താങ്ങി നിർത്തുന്നുമുണ്ട്. കഴിഞ്ഞ ആഴ്ച, അതായത് ആൾ ടൈം ആയി 26,300 സംതിങ് എന്നുള്ളിടത്ത് നിന്ന് 24,450 എന്നുള്ളൊരു ലെവലിലേക്ക് നിഫ്റ്റി 8% ഇടിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടായിട്ട് 24,300 എന്നുള്ളതാണ് വീക്ക്ലി ബേസിൽ വാച്ച് ചെയ്യേണ്ടത്. അതിന് താഴെ വരികയാണെങ്കിൽ 23,950, 23,950 താഴെ പോവുകയാണെങ്കിൽ 23,500 എന്നുള്ള ഒരു ലെവലിലേക്കൊക്കെ നിഫ്റ്റി എത്താൻ യാതൊരു പ്രയാസവുമില്ല. എന്നാൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,850 ടു 24,500 എന്നുള്ളൊരു സോണിലാണ് പ്ലേസ് ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 57,500 എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അതിനും താഴെ വരികയാണെങ്കിൽ 57,000-ഉം അതിനും താഴേക്ക് പോകണമെങ്കിൽ 56,000 വരെയും പോകാനുള്ള സാധ്യത ബാങ്ക് നിഫ്റ്റിക്കുമുണ്ട്. റെസിസ്റ്റൻസ് ആയിട്ട് 59,000 ടു 59,350 എന്നുള്ളൊരു സോണിലാണ്. ഇനി നമുക്ക് പ്രധാന ഇവൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. മാർച്ച് 9 മൺഡേ, അതായത് നാളെ 7 മണിക്ക് ചൈനയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. നിലവിൽ 0.2% ആണ്, എക്സ്പെക്റ്റേഷൻ 0.7%. ഇനി ട്യൂസ്ഡേ പ്രധാനപ്പെട്ട പരിപാടികളൊന്നുമില്ല. വെനസ്ഡേ ആണ്. വെനസ്ഡേ 6 PM USA നിന്ന് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. 2.4% ആണ് നിലവിൽ, എക്സ്പെക്റ്റേഷൻ 2.4% തന്നെയാണ്. അന്ന് തന്നെ കോർ ഇൻഫ്ലേഷനും വരുന്നുണ്ട്, 2.5%, എക്സ്പെക്റ്റേഷനും അത്ര തന്നെയാണ്. ഇനി തേഴ്സ്ഡേ 4 PM ഇന്ത്യയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. നിലവിൽ 2.13%, എക്സ്പെക്റ്റേഷൻ 2.7%. ഇനി ഫ്രൈഡേ മാർച്ച് 13 12:30 PM ഇംഗ്ലണ്ടിൽ നിന്ന് GDP ഡാറ്റ വരുന്നുണ്ട്. 0.1% എക്സ്പെക്റ്റേഷൻ 0.1% തന്നെ. വൈകുന്നേരം 6 മണിക്ക് USA GDP ക്വാർട്ടർ ടു ക്വാർട്ടർ 4.4% ആണ്, എക്സ്പെക്റ്റേഷൻ 1.4%. പേഴ്സണൽ ഇൻകം, സ്പെൻഡിങ് ഡാറ്റ എന്നിവയെല്ലാം തന്നെ ഫ്രൈഡേ USA നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഇവൻസുകളാണ്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് കിടക്കുമ്പോൾ ഡെയിലി ചാർട്ടാണ്. 24,450 നിഫ്റ്റി ഉള്ളത്. നമുക്ക് കഴിഞ്ഞ ലോ 24,300 എന്നുള്ളതാണ് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട്, ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യാനുള്ളത്. അതിന് താഴേക്ക് വീഴുകയാണെങ്കിൽ 23,950 ടു 24,000 ഈ ഒരു ഏരിയ 23,950 ടു 24,000 എന്നുള്ളതാണ്. അതിനും താഴേക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു 23,450, 23,500, ഓക്കെ, 23,500 എന്നുള്ള ഈ ഒരു സോണായിരിക്കും. അപ്പോൾ 24,300, 23,950, 23,500 എന്നിങ്ങനെയായിരിക്കും നമുക്ക് സപ്പോർട്ടായിട്ട്, ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടി വരുന്നത് വീക്ക്ലി വൈസാണ്. അതുപോലെ തന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു 24,800
50, അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 25,000. ഇതാണ് ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് വാച്ച് ചെയ്യാനുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നിലവിൽ 57,783 നമുക്ക് 57,000 ഈ ഒരു 200 EMI അടുത്ത് 57,500. ഓക്കെ, 57,500 താഴേക്ക് പോവുകയാണെങ്കിൽ 57,000. ഓക്കെ, 57,000 താഴേക്കൊക്കെ വീഴുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ 56,100 ആ ഒരു റേഞ്ചിലേക്കൊക്കെ ബാങ്ക് നിഫ്റ്റി വീഴാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് 59,000, അതുപോലെ തന്നെ 59,300, 350 റേഞ്ച്. ഓക്കെ ഫ്രണ്ട്സ്, നാളെ ഇൻട്രാഡേ ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാനായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ പറയുന്നില്ല. നാളെ ഏത് തരത്തിലായിരിക്കും ഓപ്പൺ ചെയ്യുക എന്നുള്ളത് കൂടുതലായും ഗ്യാപ്പ് ഡൗണിലായിരിക്കാം സാധ്യത. ഏതായിരുന്നാലും നമുക്ക് 1-2 ഓപ്ഷൻ ട്രേഡ് എടുത്ത് മുന്നോട്ട് പോകാം എന്നല്ലാതെ കൂടുതൽ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.